മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഷെൻഷാട്ട് ദൂതിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ ഒരു വലിയ ധനികനായിരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഇന്നേ ദിവസം നമ്മോട് പറയുകയാണ്, നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. സമ്പത്തിനെതിരെയാണോ ഈശോ സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. ഈശോയെ അനുഗമിക്കുവാൻ, ഈശോയെ പ്രാപിക്കുവാൻ നിനക്ക് തടസ്സമുള്ളത് എന്താണെന്ന് നീ തിരിച്ചറിയുക. കർത്താവിൻ്റെ അടുത്ത് വരുന്ന ആ വ്യക്തിക്ക് ഒരേ ഒരു കുറവേ ഉണ്ടായിരുന്നു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നീ സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവരുടേതാണെന്ന് നീ ചിന്തിക്കുക. ഈശോ അവനോട് പറഞ്ഞു. അത് ഈശോ അവനോട് പറയുകയാണ്, അവന് ഉണ്ടായിരുന്ന ഒരു കുറവിനെക്കുറിച്ച്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് എന്താണ് പറയുക? എന്താണ് നമ്മൾ തിരുത്തേണ്ടത്? എവിടെയാണ് നമുക്ക് കുറവുള്ളത്? എന്താണ് നമ്മൾ പരിഹരിക്കേണ്ടത്? ഇതായിരിക്കട്ടെ നമ്മുടെ ഈ നോമ്പ് കാലത്തിലെ മുഖ്യമായ ചിന്ത. അങ്ങനെ കുറവുകൾ പരിഹരിച്ച് കുറവുകളെ നിറവുകളാക്കാൻ കഴിവുള്ള തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും നമുക്ക് തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയായി മാറാൻ കഴിയും. അതിനായിട്ട് നമുക്ക് കഴിയട്ടെ. പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ നമ്മെ വഴി നടത്തട്ടെ.